സംസ്ഥാനത്ത് മതപരിവർത്തനം നടക്കുന്നുണ്ടെന്ന് സമ്മതിച്ച് ഛത്തീസ്ഗഡ് കോൺഗ്രസ്. വനവാസി മേഖലകളിൽ മതപരിവർത്തനം നടക്കുന്നുണ്ടെന്ന് PCC അധ്യക്ഷൻ ദീപക് ബൈജ് ജനം ടിവിയോട് പറഞ്ഞു. ബലം പ്രയോഗിച്ച് മതം മാറ്റിയതോ മനുഷ്യക്കടത്ത് നടത്തിയതോ ആണെങ്കിൽ നടപടി സ്വീകരിക്കാം. നിയമത്തിന്റെ വഴിക്ക് പോകട്ടെയെന്നും വിഷയത്തിൽ ഇടപെടുന്നതിൽ നിന്ന് സർക്കാരിനെ ആരും തടഞ്ഞിട്ടില്ലെന്നും കോൺഗ്രസ് നേതാവ് പറഞ്ഞു. देखिए, अगर धर्मांतरण अवैध धर्मांतरण हो रही है, धर्मांतरण हो रहा है, तो सरकार को रोकना चाहिए इस पे। सरकार तो उनकी है, भारतीय जनता पार्टी की सरकार है, कौन मना किया है उसको? हम कार्रवाई करें ना। अवैध धर्मांतरण हुआ, गलत तरह से धर्मांतरण हुआ, जोर जबरदस्ती धर्मांतरण कर रहे, तो सरकार को कार्रवाई करनी चाहिए। सरकार निष्पक्ष रूप से है, तो इस तरह से प्रोपोगेंडा करना मैं समझता हूँ गलत है। अगर कानून लाया तो क्या गलत किया? क्या किसी को जबरन का जोर जबरदस्ती धर्म परिवर्तन कराया जा रहा है क्या, कराया गया है क्या? अगर कराया गया है, गलत धर्मांतरण हुआ है, तो कार्रवाई होना चाहिए। कौन उसको रोका है? लेकिन 15 साल भारतीय जनता पार्टी की सरकार रही और आज 1.5 साल से भारतीय जनता पार्टी की सरकार है। बता दे कितने अवैध धर्मांतरण हुआ है, कितने भी सरकार ने कार्रवाई की है। വിവരങ്ങളുമായി ശ്രീകാന്ത് ഒപ്പം ചേരുന്നു. ശ്രീകാന്ത്, കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ പറയുന്നു മതപരിവർത്തനം നടക്കുന്നുണ്ട് എന്ന്. അതായത് ഇങ്ങനെയൊരു കാര്യം ഉറപ്പിച്ചു പറയുന്നതിലൂടെ ഛത്തീസ്ഗഡിൽ നടക്കുന്നത് എന്തെന്ന് സംസ്ഥാനത്ത് നിന്ന് അവിടെ എത്തിയ കോൺഗ്രസ് നേതാക്കൾക്കകം അവർക്ക് അടക്കം പിടികിട്ടിയിട്ടുണ്ടാകും. കൃഷ്ണരാജ്, ഒരു സിനിമയിലെ ഒരു ഡയലോഗുണ്ട്, ഗ്രഹണം ബാധിച്ചാലും സത്യം ഒരു നാൾ മറനീക്കി പുറത്തു വരും. അല്ല, വേറൊരു സിനിമ ഡയലോഗ് കൂടി ഉണ്ട്, അത് ഞാൻ ചോദിക്കാനിരുന്നതാണ്, പിന്നെ വേണ്ടെന്ന് വെച്ചാണ്. ഒടുവിൽ കുറ്റസമ്മതം നടത്തി അല്ലേ എന്ന്. അതെ അതെ കൃഷ്ണരാജ്, ഈ കുറേ ദിവസങ്ങളായി നമ്മൾ കേട്ട് മടുത്തതാണ് ഇത്. ഒരു തരത്തിലുള്ള മതപരിവർത്തനവും നടക്കാത്ത ഒരു സംസ്ഥാനം, അല്ലെങ്കിൽ ഈ മനുഷ്യക്കടത്ത് നടക്കാത്ത ഒരു സംസ്ഥാനം, അവിടെ കുറേ കന്യാസ്ത്രീകളെ പിടിച്ചിട്ട് ജയിലിലിട്ട് പീഡിപ്പിക്കുന്നു എന്നുള്ളതായിരുന്നു നരേറ്റീവ്. പക്ഷേ ഇതാ ഇന്നത് മുഴുവൻ പൊളിഞ്ഞടുങ്ങുന്നു എന്നുള്ളതാണ്. ജനം TV ഇപ്പോൾ ഇവിടുത്തെ PCC അധ്യക്ഷൻ്റെ, കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷന്റെ പ്രതികരണം പുറത്തുവിടുകയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട പ്രതികരണമാണ് അത്. അതിൽ അദ്ദേഹം ഇവിടെ മതപരിവർത്തനം നടക്കുന്നുണ്ട് എന്ന് അദ്ദേഹം സമ്മതിക്കുന്നു. നിർബന്ധിത മതപരിവർത്തനം നടക്കുന്നുണ്ട്, തെറ്റായ മാർഗത്തിലൂടെ മതപരിവർത്തനം നടക്കുന്നുണ്ട്, അതിനെതിരെ സർക്കാരിന് സ്വാഭാവികമായും നടപടിയെടുക്കാമല്ലോ എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. മാത്രമല്ല, അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്ന കാര്യം, നിലവിലിപ്പോൾ സർക്കാർ BJP-യുടേതാണ്. നടപടിയെടുക്കുന്നതിൽ BJP ആരെങ്കിലും തടയുന്നുണ്ടോ? സർക്കാരിനെ ആരെങ്കിലും തടയുന്നുണ്ടോ? നിങ്ങൾക്ക് നടപടിയെടുക്കാമല്ലോ എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. നേരെ മറിച്ച് ഇതൊരു തെരഞ്ഞെടുപ്പ് സ്റ്റണ്ടാക്കി മാറ്റാതിരുന്നാൽ മതി എന്നാണ് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത്. ഇതിൽ നിന്നും വ്യക്തമാകുന്ന ഒരു കാര്യം, ഇവിടുത്തെ കോൺഗ്രസിന് വളരെ കൃത്യമായി അറിയാം, കേരളത്തിലെ ക്രിസ്ത്യൻ മിഷണറിമാരുടെ നേതൃത്വത്തിൽ ഛത്തീസ്ഗഡിൽ മതപരിവർത്തനം നടക്കുന്നുണ്ട്. അതിൻ്റെ വലിയ രൂക്ഷത ഇവിടുത്തെ ആദിവാസി സമൂഹം അനുഭവിക്കുന്നുണ്ട് എന്ന് അവർക്ക് വളരെ നന്നായി മനസ്സിലായിട്ടുണ്ട്. അതുമാത്രമല്ല, ഈ പ്രതികരണത്തിൽ പറയുന്നുണ്ട്, ഭൂപേഷ് പകൽ 2021 ഈ മതപരിവർത്തനത്തിനെതിരെ നടപടിയെടുത്തില്ലേ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞത്, ഇത്തരത്തിൽ വ്യാജമായ പല മതപരിവർത്തനങ്ങളും നടക്കാറുണ്ട്, അതിനെതിരെ സർക്കാരുകൾക്ക് നടപടി സ്വീകരിക്കാവുന്നതാണ്. അതൊരു തെരഞ്ഞെടുപ്പ് പ്രൊപ്പഗാൻഡയാക്കി മാറ്റാതിരുന്നാൽ മതി. നിഷ്പക്ഷമായി കന്യാസ്ത്രീകളുടെ കാര്യവും സർക്കാർ നിഷ്പക്ഷമായി അന്വേഷിച്ചാൽ മതി. സർക്കാരിനെ ആരാണ് ഇതിൽ നിന്ന് തടയുന്നത് എന്നാണ് അവർ ചോദിക്കുന്നത്. നമ്മുടെ കേരളത്തിലെ മതമേലധ്യക്ഷന്മാരും കേരളത്തിലെ മാധ്യമങ്ങളും കേരളത്തിലെ രാഷ്ട്രീയക്കാരും കുറച്ചധികം ദിവസങ്ങളായി പറഞ്ഞുകൊണ്ടിരുന്ന നുണയുടെ ചീട്ടുകൊട്ടാരം ഇതാ തകർന്നു വീഴുകയാണ്. ഛത്തീസ്ഗഡിൽ അതിരൂക്ഷമായ മതപരിവർത്തനമുണ്ട്, പിന്നിൽ കേരളത്തിൽ നിന്നുള്ള ക്രൈസ്തവ മിഷണറിമാരാണ് എന്നാണ് തെളിഞ്ഞിരിക്കുന്നത്. കോൺഗ്രസിന് ഒരൊറ്റ നയമാണ് ഛത്തീസ്ഗഡിലുള്ളത്, ഇവിടെ മതപരിവർത്തനം നടക്കുന്നുണ്ട്, അതിനെതിരെ കോൺഗ്രസ് ആയാലും ശരി BJP ആയാലും ശരി നിഷ്പക്ഷവും നീതിപൂർവവുമായ നിലപാടെടുക്കണം എന്ന് തന്നെയാണ് കോൺഗ്രസ്, ഛത്തീസ്ഗഡ് കോൺഗ്രസ് പറയുന്നത്. കേരളത്തിലെ കോൺഗ്രസ് കേൾക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. KC വേണുഗോപാൽ ഇത് അറിയുന്നുണ്ടോ എന്ന് വ്യക്തമല്ല. രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ഇത് അറിയുന്നുണ്ടോ എന്നും ഇപ്പോഴും സംശയമുണ്ട്. അവരോടുകൂടി പറയുകയാണ്, ഛത്തീസ്ഗഡിലെ
കോൺഗ്രസ് നേതൃത്വം ഒരുപക്ഷെ ശ്രീകാന്ത്, ഇന്നലെ ഭൂപേഷ് ബാഗൽ ഇതുവരെ പ്രതികരിക്കാതിരുന്നതും അവിടെ UDF സംഘം, കേരളത്തിലെ സംഘം അവിടെ എത്തിയപ്പോൾ അവിടെ ചില തടസ്സങ്ങൾ ഉണ്ടായി, അത് നീക്കാനായി അദ്ദേഹം വരുന്നു, അവരെ അകത്തേക്ക് കയറ്റി വിടുന്നു, എന്നിട്ട് അപ്പോൾ തന്നെ സ്ഥലം വിടുന്നു. ഭൂപേഷ് ബാഗലിനും അറിയാം എന്താണ് സംഭവിക്കുന്നതെന്ന്. ഇതിൽ ഏറ്റവും രസകരമായ കാര്യം, ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, 1968 നിങ്ങളല്ലേ മതപരിവർത്തന നിയമം കൊണ്ടുവന്നത് എന്ന്. തൊട്ട് പിറകെ എത്തിയ മറുപടി, അതിനെന്താ കുഴപ്പം എന്നാണ് അദ്ദേഹം എന്നോട് ചോദിച്ചത്. ഈ നാട്ടിൽ നിർബന്ധിത മതപരിവർത്തനം നടന്നിരുന്നു, വ്യാജമായ മതപരിവർത്തനം നടന്നു, പ്രലോഭനത്തിലൂടെ മതപരിവർത്തനം നടക്കുന്നുണ്ട്, അതിനെതിരെ നിയമം കൊണ്ടുവന്നാൽ എന്താണ് പ്രശ്നം എന്ന് എന്നോട് ചോദിക്കുകയാണ് ഈ ഛത്തീസ്ഗഡിലെ കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ. രണ്ട് കാര്യങ്ങളുണ്ട് അതിൽ. ഒന്ന്, കോൺഗ്രസ് തന്നെ സമ്മതിക്കുന്നു ഈ ക്രിസ്ത്യൻ മിഷണറിമാരുടെ നേതൃത്വത്തിൽ ഇവിടുത്തെ ട്രൈബൽ മേഖലകളിൽ, ഇദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകത കൂടിയുണ്ട്, ഇദ്ദേഹം വരുന്നത് ബസ്തർ മേഖലയിൽ നിന്നാണ്, ട്രൈബൽ ബെൽറ്റിൽ നിന്നാണ്. ഇദ്ദേഹത്തിന് കമാന്നൊരക്ഷരം ഈ മതപരിവർത്തനത്തിനെതിരെ മതപരിവർത്തനത്തിന് അനുകൂലമായി പറയാൻ പറ്റില്ല. അങ്ങനെ മതപരിവർത്തനം നടത്തുന്ന മിഷണറിമാരെ പിന്തുണച്ചാൽ പിന്നെ അദ്ദേഹത്തിന് ഈ ബസ്തർ മേഖലയിലേക്ക് കയറാൻ പറ്റില്ല എന്നുള്ളതാണ് വസ്തുത. അതാണ് ഇവിടുത്തെ കോൺഗ്രസിൻ്റെയും അവസ്ഥ. അവർ സമ്മതിക്കുന്നു മതപരിവർത്തനം നടക്കുന്നുണ്ട്. 1968 മതപരിവർത്തന നിരോധന നിയമം നടപ്പാക്കിയത് ഞങ്ങളാണ്, അത് ഇവിടെ വ്യാജ മതപരിവർത്തനം നടക്കുന്നത് കൊണ്ടാണ്, അതിലെന്താണ് ഇത്ര തെറ്റ്, നിങ്ങൾക്കെന്താണ് അതിൽ കുഴപ്പം എന്ന് നമ്മളോട് ചോദിക്കുകയാണ് ഇവിടുത്തെ കോൺഗ്രസ്. രണ്ടാമത്തെ കാര്യം അദ്ദേഹം പറയുന്നത്, നിലവിൽ BJP ഭരിക്കുന്നുണ്ട്, BJPക്ക് നിഷ്പക്ഷമായി ഈ കേസ് അന്വേഷിക്കാം, മതപരിവർത്തനത്തിനെതിരെ നടപടിയെടുക്കാം, അതിന് സർക്കാരിനെ ആരും തടയുകയും ചെയ്യുന്നില്ല, പ്രൊപ്പഗേണ്ട മാത്രം ഉണ്ടാകരുത് എന്നാണ് പറയുന്നത്. അതിൽ നിന്നും വ്യക്തമാക്കുന്നത് ഈ കന്യാസ്ത്രീകൾ ജയിലിൽ കിടക്കുന്നത്, മതപരിവർത്തനത്തിൻ്റെ പേരിൽ ജയിലിൽ കിടക്കുന്നതൊന്നും ഇവിടുത്തെ കോൺഗ്രസിനൊരു പ്രശ്നമേ അല്ല, അവർക്കിതൊന്നും പുത്തിരിയല്ല എന്നുള്ളതാണ് മനസ്സിലാകുന്നത്. കേരളത്തിലെ സഭാ മേലധ്യക്ഷന്മാർ മനസ്സിലാക്കണം, നിങ്ങൾ വിചാരിച്ച നാടല്ല ഛത്തീസ്ഗഡ്, നിങ്ങൾക്ക് ഇവിടുത്തെ സെൻസിറ്റിവിറ്റി അറിയില്ല, നിങ്ങൾക്ക് ഇവിടുത്തെ കോൺഗ്രസ്സുകാരെ പോലും ഇത് ബോധ്യപ്പെടുത്താൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. ഇനി കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ അറിയണം, നിങ്ങളിവിടെ വന്നപ്പോൾ നിങ്ങളുടെ കൂടെ ഇവിടുത്തെ കോൺഗ്രസിൻ്റെ ബൂത്ത് പ്രസിഡന്റ് പോലും വരാതിരുന്നത് കാരണമുണ്ട്. കാരണം അവർക്കറിയാം ഇവിടെ മതപരിവർത്തനം നടക്കുന്നത് എത്രത്തോളം രൂക്ഷമാണെന്ന്. 1968 ഇവിടുത്തെ കോൺഗ്രസ്സുകാരാണ് അത് പാസ്സാക്കിയത്. നിങ്ങളുടെ കൂടെ ഭൂപേഷ് ബഗൽ ജയിൽ വരെ വെറുതെ വന്ന് നിങ്ങളെ അകത്ത് കയറ്റി വിട്ടിട്ട് അവിടെ നിന്നും രക്ഷപ്പെട്ടത് അവർക്ക് ഇനിയും ഇവിടെ മത്സരിക്കാനും ജയിക്കാനും ഉള്ളതുകൊണ്ടാണ്. അല്ലാതെ നിങ്ങൾ കേരളത്തിലെ രാഷ്ട്രീയ പ്രവർത്തനം കൊണ്ട് ഛത്തീസ്ഗഡിലേക്ക് വന്നാൽ അവർക്കതിന് സമയമില്ല എന്നുകൂടിയാണ് ആ തിരിഞ്ഞുപോക്കിലൂടെ അദ്ദേഹം ഉദ്ദേശിച്ചത്. അതായത് ഇവിടുത്തെ കോൺഗ്രസ്സിന് അതൊരു വിഷയമേ അല്ല, ഇവിടുത്തെ കോൺഗ്രസ്സിന് അതൊരു പ്രശ്നമേ അല്ല, ഇവിടുത്തെ മാധ്യമങ്ങൾക്ക് അതൊരു വിഷയമേ അല്ല, അവർക്കെല്ലാം അറിയാം. ശ്രീകാന്ത്, അതായത് ഇന്നലെ ശ്രീകാന്ത് പറഞ്ഞത് കുറച്ചുകൂടി വ്യക്തമാകുന്നുണ്ട് ഇപ്പോൾ. അതായത് ഛത്തീസ്ഗഡിൽ നടക്കുന്നത് എന്തെന്ന് കേരളത്തിലുള്ളവർ അറിയുന്നില്ല. കൃഷ്ണരാജ്, അത് തന്നെയാണ്. അതായത് ഛത്തീസ്ഗഡിൽ ഇന്നോ ഇന്നലെയോ തുടങ്ങിയതൊന്നുമല്ല ഈ മതപരിവർത്തനം. അതിവിടുത്തെ കോൺഗ്രസ്സുകാരെ ആരും പറഞ്ഞു പഠിപ്പിക്കേണ്ട കാര്യവുമില്ല. 1968 നിങ്ങൾ മതപരിവർത്തന നിരോധന നിയമം കൊണ്ടുവന്നില്ലേ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം എന്നോട് കുറച്ച് കടുപ്പിച്ചാണ് പറഞ്ഞത്. അതിന് നിങ്ങൾക്ക് എന്താണ് കുഴപ്പമെന്നാണ് അദ്ദേഹം ചോദിച്ചത്. ഇവിടെ മതപരിവർത്തനം നടക്കുന്നുണ്ട്, അത് ശരിയാണ്, അതിനെതിരെ നടപടി സ്വീകരിക്കണം, അത് നിയമപരമായ നടപടികൾ സ്വീകരിക്കുന്നതിന് ആർക്കും തടസ്സമൊന്നുമില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. അതായത് ഇവിടുത്തെ കോൺഗ്രസ്സുകാർക്ക് അതിൽ യാതൊരു പ്രശ്നവുമില്ല. ഇവിടെ മതപരിവർത്തനം നടക്കുന്നുണ്ടെന്ന് അവർക്കറിയാം. നമ്മളെ സംബന്ധിച്ചിടത്തോളം, ജനം TVയെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ 3-4 ദിവസമായി നമ്മളിവിടെയുണ്ട്. നമ്മൾ ഇവരുടെ ഭാഗത്തുനിന്ന് എന്തുകൊണ്ട് കോൺഗ്രസ് ഇതിൽ പങ്കെടുക്കുന്നില്ല, എന്താണ് കോൺഗ്രസിനെ ഇതിൽ നിന്ന് മാറ്റി നിർത്തുന്നത്, ഈ സമരത്തിൻ്റെ ഭാഗമാകാത്തത് എന്തോ കോൺഗ്രസ്? ഈ സഭാ മേലധ്യക്ഷന്മാർ പറയുന്നത് പോലെ ഇവിടെ എല്ലാവരും ഈ മതപരിവർത്തനം നടത്താതെ ഈ സേവന പ്രവർത്തനം മാത്രമാണോ നടത്തുന്നത്? ഇതൊക്കെ നമ്മൾ അന്വേഷിച്ചു. ഇതാ കേരളത്തിലെ ജനസമക്ഷം, കേരളത്തിലെ പൗരന്മാർക്ക് മുന്നിൽ, സാധാരണക്കാർക്ക് മുന്നിൽ, ക്രൈസ്തവ മതവിശ്വാസികൾക്ക് മുന്നിൽ, രാഷ്ട്രീയ നേതാക്കൾക്ക് മുന്നിൽ ഞങ്ങൾ വെക്കുന്നു ഈ പ്രതികരണം. ഇവിടുത്തെ ഛത്തീസ്ഗഡിലെ കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ ഛത്തീസ്ഗഡ് കോൺഗ്രസ് മതപരിവർത്തനം കൊണ്ട് അധ്യക്ഷൻ കൃത്യമായി പറഞ്ഞു വെക്കുന്നു.